രാവിലെ തന്നെ ഈ ചിരിച്ചൊരുങ്ങി കോളേജിലോട്ട് പോകുന്നുണ്ടെങ്കിൽ ഞാൻ അറിഞ്ഞില്ലായിരുന്നു കേട്ടോ. ഈ പോക്ക് ഇതേ കണക്ക് തന്നെ ഇങ്ങ് വരേണ്ടി വരുമെന്ന്. പോവാൻ നല്ല മടിയുണ്ടായിരുന്നു. പക്ഷെ അടുപ്പിച്ച് 4 ദിവസം ലീവ് ആയതുകൊണ്ട് തന്നെ അറ്റൻഡൻസ് ഷോർട്ടേജ് ഉള്ളതുകൊണ്ട് തന്നെ മനസ്സില്ല മനസ്സോടെ കേട്ടോ കോളേജിലോട്ട് പോകുന്നേ. അങ്ങനെ രാവിലെ നടന്ന് ബസ് സ്റ്റോപ്പിൽ പോയിരുന്നിട്ട് ബസ്സൊക്കെ കയറി നേരെ കോളേജിലോട്ട് പോകുന്നുണ്ട്. അങ്ങനെ കോളേജിൻ്റെ അടുത്ത ബസ് സ്റ്റോപ്പ് ഇറങ്ങിയിട്ട് നേരെ അങ്ങോട്ട് നടക്കുന്നുണ്ടേ. പോകുന്ന വഴിക്കും നല്ല മടിയുണ്ടായിരുന്നു. പക്ഷെ കോളേജിൻ്റെ അവിടെ എത്തിയപ്പോഴത്തേക്ക് എൻ്റെ ഫ്രണ്ട്സ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവരെ കണ്ടപ്പോൾ ഒരു സന്തോഷമൊക്കെ തോന്നിയിട്ടുണ്ട്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ കഴിക്കാത്തതുകൊണ്ട് തന്നെ കഴിക്കാൻ വേണ്ടി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. എൻ്റെ ക്ലാസ് അങ്ങ് മൺഡേ ആയതുകൊണ്ട് അവിടെ പോയിട്ട് തിരിച്ച് കൈ കഴുകാൻ ഇറങ്ങാൻ വയ്യാത്തതുകൊണ്ട് താഴത്തുള്ളൊരു ക്ലാസ് ഇരുന്ന് കേട്ടോ കഴിച്ചേ. രാവിലെ കഴിക്കാൻ ദോശയും കടലക്കറിയായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ അവിടെ നിന്ന് കഴിച്ച് കൈയൊക്കെ കഴുകിയിട്ട് നേരെ ഞങ്ങൾ ക്ലാസ്സിലോട്ട് പോകുന്നുണ്ട്. പോകുന്ന വഴിക്ക് ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ ബാഗ് എന്തിനോ വാങ്ങി ഇട്ടിട്ടുണ്ടായിരുന്നു. എന്തോന്ന് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. അങ്ങനെ നേരെ നടന്ന് എൻ്റെ ക്ലാസ് എത്തിയിട്ടുണ്ട്. അവിടെ പോയി ഇരിക്കും വരെ ഒരു കുഴപ്പമില്ലായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞ് മിസ്സ് വന്ന് ക്ലാസ് തുടങ്ങിയപ്പോഴത്തേക്ക് 4 ദിവസം വെറുതെ വീട്ടിൽ ഇരുന്നിട്ടും വരാത്തൊരു വയറുവേദന അപ്പം എനിക്കിങ്ങ് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഉള്ള മൂഡ് കൂടി ആകെ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഒരു കോഫി കുടിക്കാമെന്ന് ഓർത്തിട്ട് നേരെ ക്യാൻറ്റീനിലോട്ട് പോകുന്നുണ്ട്. അവിടെ പോയി ഒരു ബ്ലാക്ക് കോഫിയൊക്കെ വാങ്ങി കുടിക്കുന്നുണ്ട്. അതൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് നേരെ ഇങ്ങ് ക്ലാസ്സിൽ വന്നിരുന്ന് ഉറങ്ങുമായിരുന്നു കേട്ടോ ചെയ്തേ. ഉച്ചയായപ്പോഴത്തേക്ക് എൻ്റെ ഫ്രണ്ട് വീട്ടിൽ പോകാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. എങ്കിൽ പിന്നെ അവളുടെ കൂടെ പോകാമെന്ന് ഓർത്ത് ഞാനും ഇങ്ങ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവൾ എന്നെ ബസ് സ്റ്റോപ്പ് വരെ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ കുറച്ച് നേരം നിന്നപ്പോഴത്തേക്ക് എനിക്ക് വീട്ടിലോട്ട് പോകാനുള്ള ബസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൽ കയറി നേരെ ഇങ്ങ് വീട്ടിൽ പോയിരുന്നു. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ ഗൈസ്.